നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗ് മത്സരങ്ങൾ കഴിഞ്ഞു. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ഈ മാസത്തെ അവസാന മത്സരങ്ങൾ നാളെ നടക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞാൽ ദേശീയ ടീമിനോടൊപ്പമുള്ള താരങ്ങൾ അവരുടെ ക്ലബ്ബുകളിലേക്ക് മടങ്ങും. ക്ലബ്ബുകൾ ക്ലബ്ബ് വേൾഡ് കപ്പിനുള്ള ഒരുക്കത്തിലാണ്. റയൽ മാഡ്രിഡിൻ്റെ ആദ്യ മത്സരം വരുന്നത് അൽ ഹിലാലുമായിട്ടാണ്. ജൂൺ 19 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ആ കളി നടക്കുക. മത്സരങ്ങൾക്കായിട്ടുള്ള ഒരുക്കങ്ങൾ ഓൾറെഡി പല ക്ലബ്ബുകളും തുടങ്ങിക്കഴിഞ്ഞു. പുതിയ കോച്ച് സാബി അലോൺസോയുടെ കീഴിലെ റയൽ മാഡ്രിഡിൻ്റെ ആദ്യത്തെ ട്രെയിനിങ് സെഷൻ ഇന്നായിരുന്നു. ട്രെയിനിങ്ങിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. സാബി അലോൺസോ 7:30 AM ട്രെയിനിങ് സെൻറ്ററിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആരംഭിക്കുന്നതിൻ്റെ ഏതാണ്ട് 3 മണിക്കൂർ മുമ്പ് അദ്ദേഹം എത്തുകയുണ്ടായി. DRU ASൻ്റെ റിപ്പോർട്ടാണ്. എന്നിട്ട് തൻ്റെ സ്റ്റാഫുമായിട്ട് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടാക്ടിക്കൽ മീറ്റിംഗ് അദ്ദേഹം നടത്തി. അവിടെ അദ്ദേഹം ടീമിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ട വ്യത്യസ്ത അപ്രോച്ചുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഡിസ്കഷൻസ് മുന്നോട്ട് കൊണ്ടുപോയത്. ഏതായാലും ട്രെയിനിങ് സെഷനിൽ പങ്കെടുത്ത താരങ്ങൾ നോക്കിയാൽ സാബി അലോൺസോയുടെ ഫസ്റ്റ് ട്രെയിനിങ് സെഷനിൽ ഫുൾ സെഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ലൂക്കാസ് വാസ്കസ്, ഫ്രാൻ ഗാർഷ്യ, സെബയോസ്, റോഡ്രിഗോ, അസെൻസിയോ എന്നിവരാണ്. പാർട്ട് ഓഫ് ദി സെഷനിൽ ഭാഗഭാക്കായവർ കർവാഹൽ, ബ്രാഹിം, മിലിറ്റാവോ, അലാബ, കോർട്ടുവ, വാൽവർദെ എന്നിവരാണ്. യങ് പ്ലെയേഴ്സ് ട്രെയിനിങ്ങിന് കൂടെ ചേർന്നത് സെർജിയോ മെസ്ട്രെ, ഫ്രാൻ ഗോൺസാലസ്, ചിവ, യൂസഫ്, ഗോൺസാലോ, യാക്കോബോ, വിക്ടർ മുനോസ്, ഫോർട്ടി, ഡിയേഗോ അഗ്വാഡോ, മാരിയോ മാർട്ടിൻ എന്നിവരാണ്. ഇഞ്ചോർഡ് ആയിക്കൊണ്ട് ഇന്ന് ട്രെയിനിങ്ങിന് പങ്കെടുക്കാതിരുന്നത് മെൻഡിയും റൂഡിഗറും എൻട്രിക്കും കാമവിംഗയുമാണ്. എന്തായാലും ട്രെയിനിങ് സെഷൻ കഴിഞ്ഞപ്പോൾ താരങ്ങളുടെയൊക്കെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ് സെഷനായിരുന്നു. വിത്ത് എ ലോട്ട് ഓഫ് ഇൻറ്റൻസിറ്റിയാണ് ട്രെയിനിങ് നടന്നത്. സ്ക്വാഡിലെ താരങ്ങൾ ട്രെയിനിങ്ങിന് ശേഷം പറയുന്നത് ആ സ്ട്രെങ്ത് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് അവരിലേക്ക് കൺവേ ചെയ്തു എന്നാണ്. എന്തായാലും മികച്ച രൂപത്തിലുള്ള ഒരുക്കങ്ങളാണ് ആരംഭിക്കുന്നത്. മുഴുവൻ താരങ്ങളും എത്തിക്കഴിയുമ്പോൾ കൂടുതൽ ഫുൾ ഫ്ലഡ്ജിലേക്ക് റയലിൻ്റെ ഒരുക്കങ്ങൾ മാറും. ഇത്തവണ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർ ലക്ഷ്യം വെക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.